ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയഷ്. ഇന്ന് പാകിസ്ഥാനിൽ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പാകിസ്ഥാനിലുള്ള കുടുംബം ഏകദേശം 1500 രൂപയോളം ചെലവാക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ചെറിയ പാക്കറ്റ് റൊട്ടി വാങ്ങണമെങ്കിൽ തന്നെ ഏകദേശം 2500 രൂപയിലും അധികം രൂപയാണ് അവിടെ ചെലവാക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് റീസെൻ്റായി വന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടറിയാം. അതായത് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ കൂടുതലും ഈ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് ഗോൾഡും ഭക്ഷണ സാധനങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഭക്ഷണ സാധനങ്ങളാണ് ആൾക്കാർ മോഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പോലും പാകിസ്ഥാനിൽ മര്യാദയ്ക്ക് ഭക്ഷണം ഇല്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം വേസ്റ്റ് കണ്ടീഷനിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഒരു കാലത്ത്, അതായത് 1980 ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ആവുമ്പോൾ തന്നെ, അതായത് ഒരു പക്ഷേ ഇന്ത്യനെക്കാട്ടിലും മുന്നിലെത്തും എന്ന് പ്രതീക്ഷിച്ച ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ആ സമയത്തെ ഒരു മേജർ എക്കണോമിയായി കരുതപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുമാത്രമല്ല, പല സമയത്തും ഇന്ത്യനെക്കാട്ടിലും മുന്നിൽ പോയ ഒരു രാജ്യം കൂടിയാണ് ഇതേ പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ചുരുങ്ങിയത്? അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, അത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഈ പാകിസ്ഥാനിൽ ഇങ്ങനത്തെ അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അതായത് ഫുള്ളും കണ്ടു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാകിസ്ഥാനിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ടെ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് റീസെന്റ് വന്ന ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വെറും 14 ബില്യൺ മാത്രമേ ഉള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഇന്ത്യന്റെ നോക്കുകയാണെങ്കിൽ 600 ബില്യണിലും അധികം ഫോറക്സ് റിസർവ് ഇന്ത്യന്റെ അടുത്തുണ്ട്. അത് തന്നെ ഇന്ത്യന്റെ കുറവാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ 600 എവിടെ കിടക്കുന്നു? അതിൽ 14 ബില്യൺ മാത്രമോ പാകിസ്ഥാന്റെ കൈവശം ഉള്ളൂ. അപ്പോൾ അത്രമാത്രം, അതായത് ഫോറക്സ് റിസർവ് തന്നെ അവരുടെ കുറവാണ്. അപ്പോൾ ഈ ഫോറക്സ് റിസർവ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് 1990കളിൽ ഇതേ പ്രശ്നം ഇന്ത്യ നേരിട്ടു. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഫോറക്സ് റിസർവ് വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ വിദേശത്ത് നിന്ന് സാധനങ്ങളെല്ലാം മേടിക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ ഡോളർ ഉപയോഗിച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എത്രമാത്രം ഡോളർ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ചുരുക്കമാണ് ഈ ഫോറക്സ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറേ വിധത്തിലാണ്. അതായത് ഇപ്പോൾ റെമിറ്റൻസ് ഒക്കെ ദുബായിലൊക്കെ ഉള്ളവരൊക്കെ പൈസ അയക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഫോറക്സ് എല്ലാം കൂടുന്നത്. ഇത് വേറെ വഴിയിലും കൂടും. അതൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ ഈ 14 ബില്യൺ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാൻ എന്നല്ല തന്നെ കുറേ സാധനങ്ങൾ, അതായത് ഇന്ത്യ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഓയിലെല്ലാം തന്നെ ഇന്ത്യ പുറം രാജ്യത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഡോളറാണ് ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഫോറക്സ് റിസർവ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറക്സ് റിസർവ് ആണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത് വെറും 14 ബില്യൺ ഡോളർ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് IMF പാകിസ്ഥാന് വേണ്ടി 3 ബില്യൺ ഡോളർ അതായത് ലോണായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ IMFും വെറുതെ ഒന്നും ലോൺ കൊടുക്കില്ല. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് എല്ലാം വെച്ചതിന് ശേഷമോ അവർ ലോൺ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് IMFിന്റെ ലോണിനെ കുറിച്ചും മനസ്സിലാവും. അപ്പോൾ പാകിസ്ഥാൻ 1958 ശേഷം ഏകദേശം 23 തവണയാണ് ഇതേ IMFിന്റെ അടുത്ത് പോയിട്ട് ലോൺ വാങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലും 1982 ശേഷം 14 തവണ IMFിന്റെ അടുത്ത് നിന്ന് ഇവർ വീണ്ടും പോയി ലോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അധികം കടമാണ് ഈ പാകിസ്ഥാൻ IMFിന് തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇത് മാത്രമല്ല, പാകിസ്ഥാന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 8% ഉണ്ട് എന്നാണ്, 8 to 10% വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, IMFിന്റെ ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 29%-ത്തിലും അധികം ഇൻഫ്ലേഷൻ റേറ്റ് ആണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ്, അതായത് 1 കിലോ ആട്ടയ്ക്ക് തന്നെ ഏകദേശം 2500 രൂപേന്റെ എല്ലാം അധികം രൂപ പാകിസ്ഥാനിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം തന്നെ പാകിസ്ഥാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അവരുടെ നാട്ടിലുള്ള എല്ലാ ഗവൺമെന്റ് കമ്പനിയും പ്രൈവറ്റൈസേഷൻ ആക്കുക. അതായത് പ്രൈവറ്റ് ഏജൻസികൾക്ക് വിറ്റിട്ട് ആ പൈസയിൽ നിന്ന് കിട്ടുന്ന, അതായത് ആ കിട്ടുന്ന പൈസ എല്ലാം തന്നെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒരു പുതിയൊരു പദ്ധതി എടുത്തിരിക്കുന്നത്. ഈവൻ അവർക്ക് ഒരേ ഒരു എയർലൈൻ ആണ് ഉള്ളത്. ആ എയർലൈൻ വരെ പ്രൈവറ്റൈസേഷൻ ആക്കാൻ പോകുക എന്നുള്ള ന്യൂസുകളാണ് വരുന്നത്. ഇപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ ഷബാസ് ഷെരീഫിന്റെ മുന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ഡെപ്റ്റ്. അത് ഈ ഷോർട്ട് ടൈം ഡെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് അടുത്ത 1 വർഷത്തിന്റെ ഉള്ളിൽ അവർ തിരിച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ 1-2 വർഷത്തിന്റെ ഉള്ളിൽ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ചൈനയ്ക്ക് ഏകദേശം 5 ബില്യൺ ഡോളർ 2025 അടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നീട് ചൈനയുടെ അടുത്ത് പോയി അവർ അഭ്യർത്ഥിച്ചപ്പോൾ അത് 2026 ആക്കി കൊടുത്തിട്ടുണ്ട്.
പക്ഷേ $5 ബില്യൺ പാകിസ്ഥാന് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ 5 ബില്യൺ തൊട്ട് 1 ബില്യൺ പോലും പാകിസ്ഥാൻ ഇപ്പോൾ മാറ്റി വെക്കുകയാണെങ്കിൽ അവരുടെ എക്കണോമി വീണ്ടും താഴോട്ട് പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് മാത്രമല്ല, പാകിസ്ഥാന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതായത് അവിടെയുള്ള പൊളിറ്റിക്കൽ പ്രഷർ. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു രാജ്യം മുന്നോട്ട് ഒറ്റൊരു ഡയറക്ഷനിൽ പോകണമെങ്കിൽ ആദ്യം തന്നെ ആ രാജ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതായത് 5 വർഷം ഭരിക്കാൻ രീതിയിൽ അതായത് ഒരു ഗവൺമെന്റ് വേണം. അപ്പോൾ 5 വർഷം ആ ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞാലോ അവർ കുറേയധികം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മെല്ലെ മെല്ലെ അതായത് ഈ താഴെ കിടക്കുന്ന ഈ എക്കണോമിനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് മേലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ പാകിസ്ഥാന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതായത് 1946 ആ ഒരു സമയത്താണ് അവർക്കും ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്, നമുക്കും ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഏകദേശം 76 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു ഗവൺമെന്റ് പൂർണ്ണ 5 വർഷം തികച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള മിലിറ്ററി അതായത് ആ ഗവൺമെന്റിനെ മൊത്തം എടുത്തു കളഞ്ഞ് മിലിറ്ററി ഭരണം കൊണ്ടുവരും, അതായത് മിലിറ്ററി കൂപ്പ് അവിടെ കൊണ്ടുവരും. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ 2022 ഏപ്രിൽ സമയത്ത് ഇമ്രാൻഖാൻ ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മിലിറ്ററി എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ പുതിയ അതായത് ഈ ഷബാസ് ഷെരീഫിനെ കൊണ്ടുവരുന്നതും അതിനുശേഷം ഇമ്രാൻഖാനെ ജയിലിലടയ്ക്കുകയും അതിൽ കുറെ പ്രശ്നങ്ങളെല്ലാം നേരിട്ടായിരുന്നു. അപ്പോൾ ഇമ്രാൻഖാൻ അതായത് ഈ എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വട്ടമാണ് ഈ മിലിറ്ററി അദ്ദേഹനെ എടുത്തു കളയുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് പുതിയ ഷബാസ് ഷെരീഫ് വന്നപ്പോൾ ഈ ഇമ്രാൻഖാൻ എടുത്ത പദ്ധതികളെല്ലാം തന്നെ അദ്ദേഹം എടുത്തു കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പദ്ധതി കൊണ്ടുവരുന്നു. പക്ഷെ അതൊന്നും തന്നെ വർക്ക് ആവുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, പാകിസ്ഥാനിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതായത് അവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റും മറ്റൊരു പ്രോബ്ലമായി അത് കരുതപ്പെടുന്നു. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അതായത് ഒരു ഗവൺമെന്റ് നടത്തുകയെന്ന് വെച്ചാൽ ആ ഗവൺമെന്റിന്റെ ഇൻകത്തിനെക്കാട്ടിലും കൂടുതൽ അവർ എക്സ്പെൻസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിനും അതായത് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതായത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ മറ്റേ വീഡിയോ കണ്ടുവെക്കുക. അപ്പോൾ ഇതും ഒരു പ്രശ്നമായി അവർ കരുതപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ ഇന്ത്യയിലുള്ള ടെററിസം അവർക്ക് വലിയൊരു പ്രശ്നമായി മാറുന്നു. അതായത് പുതിയ കമ്പനീസ് അങ്ങോട്ട് വരാം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ കമ്പനീന് വന്ന് അതായത് വർക്ക് ചെയ്യാനുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതായത് പാകിസ്ഥാൻ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്നാണ് പറയുന്നത്. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ അതായത് എഡ്യൂക്കേഷനും ഹെൽത്തും, അതായത് ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് എഡ്യൂക്കേഷനും ഒന്ന് ഹെൽത്തും. അപ്പോൾ ഈ 2 സെക്ടറിലും അവർ ഇൻവെസ്റ്റ്മെന്റ് ഇതുവരെയും അതായത് 76 വർഷമായിട്ടും അവർ ഇൻവെസ്റ്റ്മെന്റ് മര്യാദയ്ക്ക് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ്, അതായത് പാകിസ്ഥാനിൽ പഠിക്കുന്ന പഠിത്തം തന്നെ വളരെ കുറവാണ്. പഠിച്ചതിന് ശേഷം പുറം രാജ്യത്ത് പോയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള വളരെ കഷ്ടമാണ്. അതായത് പാകിസ്ഥാനിലുള്ള ജനങ്ങളെല്ലാം തന്നെ പുറം രാജ്യത്ത് പോയി പഠിച്ചാൽ മാത്രമോ അവർക്ക് അതായത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രമാത്രം പ്രശ്നങ്ങളാണ് ഇന്ന് പാകിസ്ഥാനിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലൂടെ എടുക്കാം, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ടതെന്ന്. അതായത് 76 വർഷം നമുക്കും അവർക്കും ഇൻഡിപെൻഡൻസ് കിട്ടിയത് ഒരുപോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇന്ത്യ 5ാമത്തെ എക്കണോമിയായി വളർന്നു, എന്നാൽ പാകിസ്ഥാൻ ഈ എക്കണോമി ലിസ്റ്റിൽ അതായത് ടോപ്പ് 10ൽ പോലും ഇല്ല. അപ്പോൾ എന്താണ് പ്രശ്നം പറ്റിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1946-47 കാലഘട്ടങ്ങളിൽ നമുക്കും അവർക്കും ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 പാകിസ്ഥാനായി പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കാൻ അന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ ജിന്ന അതായത് സെപ്പറേറ്റ് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞു പോകുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിൽ അതായത് പാകിസ്ഥാന്റെ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 90% വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നായിരുന്നു, അതായത് കൃഷിയിൽ നിന്നായിരുന്നു കൂടുതൽ വരുമാനം അവരുടെ എക്കണോമിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അതായത് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ എല്ലാം കഴിഞ്ഞ സമയത്തായിരുന്നു കോൾഡ് വാർ നടക്കുന്ന ആ ഒരു പീരീഡും ഉണ്ടായിരുന്നത്. അതായത് അമേരിക്കയാണോ റഷ്യയാണോ സൂപ്പർ പവർ എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ കൂടുതലും സോവിയറ്റ് യൂണിയനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അമേരിക്ക കൂടുതലായിട്ടും ഫണ്ടെല്ലാം തന്നെ പാകിസ്ഥാനെ അലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് എയ്ഡ് മണിയും മറ്റ് മിലിറ്ററി എക്സ്പെൻസ് എല്ലാം തന്നെ കൂടുതലായിട്ടും ഈ പാകിസ്ഥാന് അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും അത് റഷ്യനായിരുന്നു, അന്നത്തെ സോവിയറ്റ് യൂണിയനായിരുന്നു നമ്മൾ കൂടുതലും ആശ്രയിച്ചു നിന്നത്. പക്ഷേ പാകിസ്ഥാൻ അപ്പോഴും നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആകുമായിരുന്നു. കാരണം അവരുടെ അഗ്രികൾച്ചറിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ സോഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് കുറെ എയ്ഡ് മണിയും കിട്ടുന്നതുകൊണ്ട് തന്നെ 1960കളിൽ എത്തുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അത് കൂടുതലും ഇൻവെസ്റ്റ്മെന്റും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ വരാൻ തുടങ്ങിയും അങ്ങനെ പാകിസ്ഥാന്റെ എക്കണോമി നല്ല സ്റ്റേബിൾ ആയി തന്നെ വളർന്നു വരികയായിരുന്നു 1960കളിലെല്ലാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ വെസ്റ്റ് പാകിസ്ഥാനും ഒരേ പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ ഈസ്റ്റ് പാകിസ്ഥാന്റെ ഡേറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ 1444 ആയിരുന്നു അവരുടെ പെർ ക്യാപിറ്റ. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിൽ വെറും 504 ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി പിരിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാനുമായി മാറിയതും ആ ഒരു യുദ്ധം കാരണമാണ്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ ഇന്ത്യയുടെ കൂടെ വലിയൊരു പരാജയമായിരുന്നു പാകിസ്ഥാൻ നേരിട്ടത്. അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ പലരും പാകിസ്ഥാനെ സഹായിച്ചെങ്കിലും പാകിസ്ഥാന് ജയിക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ടെന്നാണ് യുദ്ധത്തിൽ തോറ്റുകൊണ്ട് പല പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിട്ടു. അതായത് എക്കണോമി ഡൗൺ ആയി, അതുപോലെ തന്നെ പല ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ലാണ്ടായി, അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ അതായത് ഇതുവരെയും അവരുടെ എക്കണോമി കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്ത ഈസ്റ്റ് പാകിസ്ഥാനും അവരുടെ കൈവശത്ത് നിന്ന് പോയി. അങ്ങനെ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എക്കണോമി വീണ്ടും ഡൗൺ ആവാൻ തുടങ്ങി ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം. പിന്നീട് 1974 തൊട്ട് 77 വരെ അതായത് ലോകത്തുള്ള പല രാജ്യങ്ങളിലും അതായത് ഗ്ലോബൽ റിസഷൻ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു റിസഷൻ വന്നപ്പോൾ ലോകത്തുള്ള പല എക്കണോമിയും ഒന്ന് ഡൗൺ ആയി. ആ ഒരു രീതിയിൽ അതായത് പാകിസ്ഥാൻ എക്കണോമി വീണ്ടും ഡൗൺ ആവുകയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ഈസ്റ്റ് പാകിസ്ഥാനും ഇല്ല, അപ്പോൾ സെപ്പറേറ്റ് പാകിസ്ഥാൻ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഡൗൺ ആവുന്ന ഒരു സാഹചര്യമായിരുന്നു പാകിസ്ഥാൻ എക്കണോമിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1977 സിയുൽ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഒരു മിലിറ്ററി കോപ്പ് കൊണ്ടുവരുന്നത്, അതായത് മിലിറ്ററി ഭരണം കൊണ്ടുവരുന്നത്, അതായത് അവിടെയുള്ള ഗവൺമെന്റിനെ എടുത്തു കളഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മിലിറ്ററി ഭരണം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കുറെ എക്കണോമിക് രീതിയിലെല്ലാം ചേഞ്ചസ് വരുത്തുന്നു. അതായത് റിസഷൻ കണ്ട കാരണം തന്നെ അദ്ദേഹം അതായത് കുറെ കമ്പനീസ് എല്ലാം തന്നെ പ്രൈവറ്റൈസേഷൻ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതായത് പ്രൈവറ്റ് മേഖലയിലെല്ലാം തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇസ്രയേലൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചേഞ്ചസ് കാരണം അവിടെയുള്ള പോവർട്ടിയും കുറഞ്ഞു, അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫ്ലേഷൻ എല്ലാം തന്നെ അദ്ദേഹത്തിന് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നു എന്നാണ് പാകിസ്ഥാൻ മീഡിയാസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം അത്രമാത്രം ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ 1990 എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്താണ് അതായത് ഗൾഫ് വാറും അങ്ങനെ കുറെ വാറെല്ലാം തന്നെ ആ ഒരു സമയത്താണ് നടക്കുന്നതും, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ എല്ലാം തകർന്നു പോകുന്നതും ആ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1991 ഇന്ത്യയുടെ എക്കണോമിക് പോളിസി ചേഞ്ച് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇന്ത്യയും ഇതേപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അതായത് 2 ആഴ്ചയ്ക്ക് പോലും ഇന്ത്യ റൺ ചെയ്യാൻ പറ്റുന്ന അത്ര ഫണ്ട് പോലും ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എല്ലാം ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ എക്കണോമിക് പോളിസിയും ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷമാണ് LPG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയിൽ കൃത്യമായി മനസ്സിലാക്കും അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ടതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് പാകിസ്ഥാനെ അത് അപ്പോഴും അവരുടെ അഗ്രികൾച്ചർ ഒരു വലിയൊരു സെക്ടർ ആയിരുന്നു. പക്ഷെ പാകിസ്ഥാൻ എന്താണെന്ന് വെച്ചാൽ അതായത് പുറം രാജ്യത്ത് നിങ്ങളെ കുറെ ഫണ്ടുകൾ അമേരിക്കൻ്റെ വശത്തുനിന്നെല്ലാം തന്നെ കിട്ടുന്നുണ്ട് തന്നെ പാകിസ്ഥാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ പൈസ എല്ലാം വാങ്ങി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. പക്ഷെ അതായത് ഈ കൃഷിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ അവർ കൊടുക്കുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യ ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ആ ഒരു വർഷങ്ങളിലോട്ടാണ് കൂടുതലും വരാൻ തുടങ്ങിയ എന്നാണ് പറയപ്പെടുന്നത്. 1995 5.9% ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത് 2000 ആയപ്പോൾ തന്നെ അത് 8 പിന്നെ വളർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടാൻ തുടങ്ങി, അൺഎംപ്ലോയ്മെന്റ് കൂടാൻ തുടങ്ങി. ഇങ്ങനെ അതായത് GDP ആകെ മൊത്തം ഒരു ഇടിവാണ് പാകിസ്ഥാനെ 1990 ആ ഡിക്കേഡിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ട വന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യക്കും ഏറ്റവും വലിയൊരു ഡിക്ലൈൻ വന്നിരുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് പാകിസ്ഥാനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടു. 2008 ആ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ റിസഷൻ വരുന്നു, അതായത് ഏറ്റവും വലിയൊരു റിസഷൻ വരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നു, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു ഈ 2008 റിസഷൻ എന്ന് പറഞ്ഞ ഇതേ. അപ്പോൾ ഈ ഒരു റിസഷൻ വന്നപ്പോൾ അതായത് അമേരിക്ക എന്ത് ചെയ്തു, അതായത് അവർ ഏതൊക്കെ രാജ്യത്തിന് ഫണ്ട് ചെയ്തോ ആ ഫണ്ടെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം അങ്ങനെ വീണ്ടും ഫണ്ട് ചെയ്യണമെങ്കിൽ അമേരിക്കൻ എക്കണോമി ഡൗൺ ആവും എന്ന് അവർക്കറിയാം. ഓൾറെഡി ഡൗൺ ആയ എക്കണോമിനെ എങ്ങനെയും വളർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമോ അതുവരെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാകിസ്ഥാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് അമേരിക്ക തുടങ്ങിയ പുറം രാജ്യത്ത് നിന്ന് കൂടുതലും ഫണ്ട് വരുന്നതുകൊണ്ടായിരുന്നു അവർ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഫണ്ടുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിന് പുറമേ അതായത് അവർ കൂടുതലും ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തുനിന്നുള്ള ഫണ്ടുകൾ കൂടുതലും ആശ്രയിക്കാൻ തുടങ്ങി. അതായത് മാനുഫാക്ചറിങ് എല്ലാം തന്നെ ഉണ്ടെങ്കിലും അഗ്രികൾച്ചർ സെക്ടർ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള റവന്യൂ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതിനുശേഷം അതായത് 2014 എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ കൂടുതലും ഈ ചൈനയെ ആശ്രയിച്ച് അവിടുന്നും അവർ കൂടുതലായിട്ടും ലോൺ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർ ലോൺ വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതായത് അവർക്ക് ചൈന അതായത് കൂടുതലായിട്ടും പലിശക്കെല്ലാം ലോൺ കൊടുക്കാൻ തുടങ്ങി. പാകിസ്ഥാനും അവർ വേറെ വഴിയില്ലാതെ ചൈനയുടെ നിന്ന് ലോൺ വാങ്ങാൻ തുടങ്ങി. പക്ഷെ പിന്നീട് ചൈനയുടെ യഥാർത്ഥ ട്രാപ്പ് ആയിട്ട് വന്നപ്പോൾ തന്നെ പാകിസ്ഥാന്റെ എക്കണോമി ഏകദേശം ഡൗൺ ആയി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചൈനയിൽ നിന്ന് വന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇങ്ങനെ ചൈന അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവർക്ക് അതായത് ചൈനയ്ക്ക് ലാഭം കിട്ടും, അതിൽ നിന്ന് അതായത് പാകിസ്ഥാനിന് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്രോത്ത് കിട്ടുന്ന ആ ഒരു സാഹചര്യം ഉണ്ട്. പാകിസ്ഥാനിൽ ടെററിസം കൂടുതലായതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാനിലുള്ള അതായത് ഈ ചൈനയിൽ പോയി പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം തന്നെ
കൊല്ലുകയാണ്. അതുകൊണ്ട് ചൈന ഒരു ഡയറക്റ്റ് വാണിംഗ് കൊടുത്തു. അതായത് ഇനിയും ഞങ്ങളുടെ ജനങ്ങൾ അവിടെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവിധ പ്രോജക്റ്റുകളും സ്റ്റോപ്പ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്നും അവർ ആ ടെററിസം എന്ന് പറയുന്ന ആ ഒരു രീതിനെ, ആ ഒരു വെപ്പണെ ഒതുക്കാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതായത് ഇന്ത്യനെ തകർക്കാൻ വേണ്ടി അവർ എന്തെല്ലാം രീതിയിൽ പദ്ധതി എടുത്തോ അതെല്ലാം തന്നെ ഇപ്പോൾ അവർക്ക് തിരിച്ച് ബാധിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലും ടെററിസം വളർത്തിയത്. പക്ഷെ അതേ ടെററിസം തന്നെ ഇന്ന് പാകിസ്ഥാന് അതായത് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, അതുപോലെ തന്നെ ഉള്ള ഇൻവെസ്റ്റ്മെന്റിനെ അവിടുന്ന് കളയുകയാണ്. ഇതെല്ലാം തന്നെ അവിടെയുള്ള ടെററിസ്റ്റ് കാരണമാണ്. അതുകൊണ്ട് അവിടെയുള്ള മിലിറ്ററിയും ടെററിസ്റ്റുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കേട്ടില്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റിന് 5 വർഷം പോയിട്ട് 1 വർഷം പോലും തികയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് അതായത് പാകിസ്ഥാൻ ഇന്നും വളരാതെ ഈ ഒരു പ്രശ്നത്തിലോട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ്.